देखा तेनू पहली पहली बार ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ടെല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതാ നമുക്ക് തലേദിവസം ഒരു കല്യാണത്തിൻ്റെ തലേദിവസത്തെ പ്രോഗ്രാമുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. തലേദിവസത്തെ പ്രോഗ്രാമാണ് വീട്ടിൽ വെച്ചിട്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള വീടാണ്. ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണ്. ഒരു മോളാണുള്ളത്, അവിടെ 2 ആൺകുട്ടികളുമാണ്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നല്ല രസമായിട്ടായിരുന്നു പരിപാടികളൊക്കെ, പ്രോഗ്രാമും പിന്നെ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോയും ഒക്കെ ആയിട്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയണ്ണ്. തലേദിവസം ഇങ്ങനത്തെ ഈ ഡ്രസ്സിലായിരുന്നു അവൾ തലേദിവസം. അപ്പോൾ പന്തലും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല സൗകര്യമായിരുന്നു. നല്ല മഴയായിരുന്നു എങ്കിലും അവളും അവളുടെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പാട്ടുകളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫാസില ബാനു ടീമിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ അന്ന് അടിപൊളി പാട്ടും പരിപാടികളൊക്കെ ആയിരുന്നു. സൂപ്പർ ഫുഡൊക്കെ ആയിരുന്നു. തലേദിവസം നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതും എല്ലാമായിട്ട് ഒരുവിധം കുറച്ച് പറ്റുന്ന തരത്തിലുള്ള വ്ളോഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുള്ളത് നമ്മളെ നാട്ടിൽ എടപ്പാൾ വട്ടംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്. ലത്തീഫ് ബുഷ്റ എന്ന് പറഞ്ഞ അവരുടെ മകളാണ്. അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ പരിപാടിയാണിത്. അപ്പോൾ എല്ലാവരും കാണാൻ എൻജോയ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഞങ്ങളെ വളരെ ആസ്വദിപ്പിച്ചേ. അടിപൊളി മങ്ങലത്തിൽ മധുകൾ പാടി പുതുനാരിയെ തേടി മഹമലയെടുത്തു കൊണ്ടത് പുതുമാരൻ ഇതാവാരം നെയ്മാരൻ ഇതാവാരം മധുകൾ പാടി പുതുനാരിയെ തേടി മഹമലയെടുത്തു കൊണ്ടത്
ഒരു കൊണ്ട സ്വപ്നം തന്നോരോ മറുമുണ്ടാടി ഞാൻ പിന്നെ കച്ചെങ്കിട്ട് നിന്നെ കെട്ടാൻ പാടി അടിയൊരു വേടുക്കൊല്ലക്കെത്തിരുന്നാടി വീട്ടുകാരും കൂടെയുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചവരെല്ലാരും കൂടി മരുഭൂമിയിൽ നിന്നെല്ലാം സന്താനം വന്നല്ല മുല്ലപ്പൂവിൻ ചേരുന്നല്ല വെള്ളപ്പറ്റി കുപ്പായി വെള്ളിച്ചില്ല പിന്നമ്മയിൽ മിന്നും പുല്ലും നാട്യങ്ങൾ മുല്ലപ്പൂവിൻ ചേരുന്ന വെള്ളപ്പറ്റി കുപ്പായി വെള്ളിച്ചില്ല പിന്നമ്മയിൽ മിന്നും പുല്ലും നാട്യങ്ങൾ जिद है अब तो है खुद को मिटाना होना है तुझ में फना चाहिए देता हूँ तुझको बता शर्मो हया के पर्दे गिरा के करती है हमको खता கொஞ்சம் காதல் வளர உள்ளவே கோவலர வந்தா தேடியே കസവിന്റെ കണ്ടവുമിട്ട് വിരിയുടെ മറവിലൊടിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണ് വിരിയുടെ മറവിലൊടിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട് തള്ളിയിടുന്നേ നാടന്മാരെന്റെ വരവും കാത്തി മുതുതാരി ചമ്മനിത ഒരുങ്ങിയിടുന്നേ പുതുമകൾ പലതുന്ന മുസ്സിൽ പുതുതാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ പാടവേ മസ്തി ബദിരാത്ത് ഒരു കണിയാത് ദിലാത്ത് അടിച്ചില്ല മെല്ലെ മസാ ഒരു കണിയാത് ദിലാത്ത് നിലവിലഴകേ താരമാണിയുയരാൻ ചിറ
അലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു തലേ ദിവസത്തെ പരിപാടികളൊക്കെ. നല്ല രസമുള്ള സ്റ്റേജും പന്തലും, നല്ല മഴ ആയിരുന്നുവെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളും പിന്നെ ഫ്രണ്ട്സുകളും മോളുടെ ഫ്രണ്ട്സുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇനി നാളത്തെ പരിപാടിക്കായിട്ട് അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് പോകാനായിട്ട് റെഡിയാവാൻ പോവാണ്. അപ്പോൾ ഇതായിരുന്നു ഡ്രസ്സ് എനിക്കിട്ട് പോകാനായിട്ട്. നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായിട്ട് പോവുകയാണ്. നമുക്ക് അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ നല്ല അടിപൊളിയായിട്ട് ഫസില ബാനു ടീമിൻ്റെ പാട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നേരെ തന്നെ പോയി ഫുഡാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോയി. ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം നമ്മുടെ ഫസില ബാനു അവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവളായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഫോട്ടോ ഒക്കെ എടുത്ത്
കാറ്റിൽ പടരണ അനുരാ അപ്പോൾ ഇതാ കല്യാണം ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇതാ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാവരും കൂടിയിട്ട് ചെക്കൻ്റെ വീട്ടിലോട്ട് പോകും പെണ്ണിനെയും കൊണ്ട്. പിന്നെ അവിടെ ചെന്ന് അവിടുത്തെ കുറച്ച് നേരം സൽക്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ രാത്രിയിലാണ് പെണ്ണും ചെറുക്കനും വരുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കല്യാണം. അപ്പോൾ പെണ്ണും ചെക്കനും നമ്മുടെ വീട്ടിലാണ് നിൽക്കുക. ഫസ്റ്റ് ഡേ കല്യാണം കഴിഞ്ഞ ദിവസം നമ്മളുടെ വീട്ടിൽ നിൽക്കും. പിന്നെ പിറ്റേ ദിവസം ചിലപ്പം രാവിലെ പോവും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോവും പെണ്ണും ചെക്കനും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു കല്യാണ വിശേഷങ്ങൾ. ഇവിടെ തന്നെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുക. കണ്ണൂർ സ്റ്റൈലാണ്, കോഴിക്കോട് കണ്ണൂരൊക്കെ സ്റ്റൈലാണ് പൊന്നാനി ഭാഗത്ത്. നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലാണ് നിൽക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കല്യാണ വിശേഷങ്ങളൊക്കെ. നമ്മുടെ ഒരുപാട് കുടുംബക്കാരെയും അയൽവാസികളെയും എല്ലാം കാണാൻ പറ്റി. കുറേ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു കല്യാണത്തിൻ്റെ സന്തോഷം ഒരുപാട് ഉണ്ടായിരുന്നു. എല്ലാവരെയും കാണാൻ പറ്റി. അങ്ങനെ നല്ല മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടാണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. അവിടെ ചെന്നിട്ട് ഇതാ ബ്രോസ്റ്റഡും പിന്നെ ബണ്ണും പിന്നെ കോഫിയൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ബസ്സിലൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ബസ്സിലൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിതാ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.